ശ്രീ സന്ദീപ് വാചസ്പതി, നിങ്ങൾ ഈ ഒരു അന്തരാള ഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ടിട്ട് ശരിയായില്ല. കാരണം ഈ സർവശിക്ഷ കേരള ആ SSK പദ്ധതിയിലേക്ക് പണം നൽകാതെ അവിടെ ഒരു പൂട്ടിട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ PM ശ്രീ പദ്ധതി വരുമ്പോൾ PM ശ്രീ അംഗീകരിച്ചാൽ ഞങ്ങൾ അവിടെ ഫണ്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ ഒരു മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അത് വേറെ രക്ഷയില്ല അത് തുറക്കുന്നതിന് വേണ്ടി. അതാണിപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത്. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, PM ശ്രീ ഒന്നും ഞങ്ങൾ പാർട്ടി അംഗീകരിക്കില്ല. പക്ഷേ ഭരണതലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. വല്ലാത്തൊരു പൂട്ടായി പോയി ഇത്. അല്ല, നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് കേട്ടിട്ടുണ്ടല്ലോ മഞ്ജുഷേ, പണത്തിനും ഇതേ പരുത്തും പറക്കില്ല എന്ന്. ഇപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷ് സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണം കിട്ടിയാൽ ഞങ്ങൾ എന്തും ചെയ്യും. അതല്ലേ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഈ CPMകാരുടെ ഇപ്പോഴത്തെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ നിലനിൽപ്പിന് വേണ്ടി പല വിശദീകരണങ്ങൾ മാറി മാറി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് അവരുടെ നിലപാടിന് പ്രസക്തി? ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ സർവശിക്ഷാ അഭിയാൻ്റെ അല്ലെങ്കിൽ സർവശിക്ഷാ അഭിയാൻ്റെ പണം കൊടുക്കുക, അതൊക്കെ പച്ചക്കള്ളമാണ്. അങ്ങനെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ആ പദ്ധതിയുടെ പണം തരില്ല എന്നൊന്നും ഒരു സർവശിക്ഷാ അഭിയാനല്ല, ഇവിടെ കേരളത്തിൽ സർവശിക്ഷ കേരള പ്രത്യേക അതെ ആയിക്കോട്ടെ, ഇനി എന്തു പേര് അവരിട്ടാലും ഇവിടെ പേരുകളാണല്ലോ പ്രശ്നം. എല്ലാ സംസ്ഥാനങ്ങളിലും അതത് പേരിൽ സർവശിക്ഷാ അഭിയാൻ നടക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അതിന് ഒപ്പിട്ടില്ലെങ്കിൽ ഇതിന് തരില്ല എന്നൊക്കെ പറയാൻ ഇത് ആരുടെയും കുടുംബകാര്യമൊന്നുമല്ലോ. PM ശ്രീ എന്നുള്ളത് ഒരു പ്രത്യേക പദ്ധതിയാണിത്. അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും ക്യാബിനറ്റ് മറ്റൊരു രീതിയിൽ അംഗീകരിച്ച എല്ലായിടത്തും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ നിർവഹണ ഫണ്ടിന്റെ ഭാഗമായി വന്നതല്ല. ഇതൊരു പ്രത്യേക സ്കീമാണ്. ഈ സ്കീം നടപ്പാക്കുമ്പോൾ മാത്രമേ ആ പണം കിട്ടുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇത് തടഞ്ഞു വെച്ചു, അതായത് കേന്ദ്ര സർക്കാർ ഇത് തടഞ്ഞു വെച്ചു എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. PM ശ്രീ പദ്ധതി പ്രകാരം നടപ്പാക്കാത്തത് മൂലം, അതായത് 2022 മുതലുള്ള കാലഘട്ടം ഇപ്പോൾ 25 വരെയുള്ള 3 വർഷം കൊണ്ട് ഇത് നടപ്പാക്കാത്തത് മൂലം ഏകദേശം 1200 കോടി രൂപ കേരളത്തിന് കിട്ടാതെ പോവുകയാണ് ചെയ്തത്. അതാരും തടഞ്ഞു വെച്ചതല്ല. ഈ 1200 കോടി രൂപ എപ്പോഴാണ് കിട്ടുക? PM ശ്രീ പദ്ധതിയിൽ നിങ്ങൾ അംഗമായി ചേർന്നാൽ മാത്രം. അപ്പോൾ ആ പദ്ധതിയിൽ ചേരുന്നവർക്ക് മാത്രം കൊടുക്കുന്ന പണം ഞങ്ങൾ ചേരാതെ തന്നെ തരണം എന്ന് പറയുന്നതിൻ്റെ അകത്തെ പൊള്ളത്തരം എത്രമാത്രമുണ്ട് എന്ന് ഭരണഘടനാ സംവിധാനങ്ങളെ പറ്റിയും ഭരണ സംവിധാനങ്ങളെ പറ്റിയും അറിയുന്ന ഏതൊരാൾക്ക് മനസ്സിലാകുന്നതാണ്. അവർ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ അണികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പലവിധങ്ങളായ മുട്ടുനായങ്ങൾ പറയുന്നവരാണ് CPIMന്റെ നേതാക്കന്മാർ. നമുക്കറിയാം അവരുടെ ലോജിക്ക് അവർക്ക് മാത്രമേ കാരണം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കേരളം ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാനം അംഗീകരിച്ചു. അത് ഭരണതലത്തിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു. പാർട്ടി തലത്തിൽ മാറ്റി നിർത്താം, അവിടെ പാർട്ടിക്കും മുന്നണിക്കും വ്യത്യസ്തമായ നിലപാടാണ്. ഭരണതലത്തിൽ അംഗീകരിച്ചു. അതാണ് V ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു വാക്ക് കൂടി ഉണ്ടായിരുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ നയവും നടപ്പാക്കുമെന്നാണ്. നടപ്പാക്കുന്നതിൽ എന്ത് കുഴപ്പമെന്നും ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങളുടെ നിലപാട് തന്നെ അംഗീകരിച്ചു സംസ്ഥാന സർക്കാർ. അതെ, നമ്മളെന്താ പറയുന്നത്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന ഒരു ന്യായമനുസരിച്ച് ഇത്രകാലം വൈകിയതിന് ഇവരാരോട് സമാധാനം പറയും? ശരിയാണ്, അവർ നടപ്പാക്കുന്നതിനെ നാം അംഗീകരിക്കേണ്ടി വരും. കാരണം എന്താ, ഇത് നടപ്പാക്കാതെ സംസ്ഥാനത്തിന് മുൻപോട്ടേക്ക് പോകാനാവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നാം ഒന്ന് നോക്കും മഞ്ജുഷേ, ഈ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ നയം എന്നത്തെ വിദ്യാഭ്യാസ നയം നാം ഈ 2022 NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് വരെ ഭാരതത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ നയം എന്നത്തേതാണ്? 1985-ലോ 86-ലോ ആണ് അവസാനമായി വന്നത്. അന്നത്തെ വിദ്യാഭ്യാസ നയമാണ് ഈ ഇത്രയേറെ ലോകം മാറിയ 2020കളിലും നാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നത് ലജ്ജാകരമായ ഒരു സംഗതിയായിരുന്നില്ലേ? നാം നോക്കൂ, 1985-ലോ 86-ലോ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കപ്പെടുമ്പോൾ ഇവിടെ ഇന്റർനെറ്റ് വന്നിട്ടില്ല, ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടില്ല, ടെലികമ്മ്യൂണിക്കേഷൻ രംഗമുണ്ടായില്ല, പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായില്ല, നാനോ ടെക്നോളജി ഉണ്ടായിട്ടില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിട്ടില്ല, തുടങ്ങി എത്രയോ ലോകം ബഹുദൂരം മുൻപോട്ടേക്ക് പോയി. അപ്പോഴും നാം ഏതോ ശിലായുഗത്തിന്റെ സിലബസ് പഠിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് പോകേണ്ടി വരുന്നു എന്നതൊരു ഗതികേടായിരുന്നു. ആ ഗതികേടിനെ നരേന്ദ്രമോദി സർക്കാർ വന്ന് മാറ്റുമ്പോൾ പോരാ, കേരളത്തിലെ കുട്ടികൾ ശിലായുഗത്തിലെ സിലബസ് തന്നെ പഠിച്ചാൽ മതി എന്ന് പറയുന്നതിനകത്തെ മണ്ടത്തരം,
അല്ലെങ്കിൽ അതിനകത്ത് പൊള്ള എത്രമാത്രമുണ്ട് എന്ന് കാലം അവരോട് കണക്ക് ചോദിക്കുമെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ഗതികേട് കൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ യു ടേൺ രാഷ്ട്രീയത്തിന്റെ കാര്യമാണല്ലോ, അത് അദ്ദേഹം വി ശിവൻകുട്ടിയാണോ യു ശിവൻകുട്ടിയാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഇത് ഫണ്ടിന് വേണ്ടി മാത്രമാണ് കേട്ടോ, ഫണ്ടിന് വേണ്ടി മാത്രമാണ്. അപ്പോ എന്ത് പറഞ്ഞാലും അതിനകത്ത് യു ടേൺ അങ്ങനെ എങ്ങനെയാണ് മഞ്ജുഷ പറയാൻ പറ്റുന്നത്? അങ്ങനെ ഫണ്ടിന് വേണ്ടി മാത്രമായിരിക്കണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് പൊട്ടന്മാരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പൈസ വാങ്ങി മിണ്ടാതിരിക്കാം. അത് പറ്റില്ലല്ലോ സാർ. പണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനോടൊപ്പം റെഗുലേഷൻസ് ഉണ്ടാകും. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കേണ്ടി വരും. ഇത് ചുമ്മാതെ എന്താ ഈ പറയുന്നത്, മിൽമായിൽ പാലളക്കുന്നത് പോലെ ചുമ്മാതെ അളന്നെടുത്ത് കൊടുക്കുകയല്ലല്ലോ. അതിനുപോലും ഒരു കണക്കില്ലേ? അപ്പൊ ഇതിവിടെ കൊടുക്കുന്ന പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൃത്യമായ നിബന്ധനകളോടെ ഗൈഡ് ലൈനുകളോടുകൂടി മാറുക. എങ്ങനെയാണ് ഇത് നടപ്പാക്കേണ്ടതെന്ന ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാകില്ലേ? ഡബിൾ സ്റ്റാൻഡ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറയുന്നു ആ പാഠ്യപദ്ധതി ഒന്നും ഇവിടെ നടത്തില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ധാരണാപത്രത്തിലൊന്നും ഇല്ല എന്ന്. അതേ ആൾ തന്നെ പറയുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഉള്ളതെന്ന്. അങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡ് വന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ